എന്താ ആസൂത്രിത നീക്കം? ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് പോയതാണ്. ലേറ്റ് നൈറ്റ് 1:30 വരെയൊക്കെ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ എന്താ ആസൂത്രണം ചെയ്യാൻ? എന്നെ വിളിക്കുന്ന ആർക്കും പോലും കിട്ടില്ല. ഞാൻ ദൃശ്യം സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്താ ആസൂത്രണം ചെയ്യാൻ? അതെ അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി തരട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയുമോ പറയില്ലേ? നിങ്ങൾ തന്നെ ഉത്തരം പറ. അല്ലേ, നിങ്ങൾ പറയൂ. എന്താ നിങ്ങൾക്ക് ആർക്കും ഉത്തരവില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പരാതി, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പരാതി കൊടുത്തു. അത് നിങ്ങളിവിടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അകത്തേയും പുറത്തേയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിൻ്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിപ്പോൾ ടിനി ടോമിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾ അതിനെല്ലാം പുള്ളി വിശദമായിട്ട് നിഷേധിച്ചോട്ടെ. എനിക്കെന്തിനാ, എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്കെന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്, ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചിരുന്നോ? ഞാൻ രാജിവെച്ച സമയത്ത് ഞാൻ ഫെബ്രുവരി 21, അതായത് ഞങ്ങളുടെ അമ്മ കുടുംബസംഗമം കഴിഞ്ഞ് ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ രാജിവെച്ച ഡേറ്റ് ഫെബ്രുവരി 21. അന്ന് ഞാൻ രാജിവെച്ചപ്പോൾ എനിക്ക് വയ്യ എന്നെ ടോളറേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി 3 മണിക്കൂർ ഇരുന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ടിരിക്കുന്നത്. ഇല്ല. അപ്പം ഞാൻ രാജി വെച്ചപ്പോൾ അതിലിട്ട് ചെറിയ നോട്ടാ, എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളും ജോലി തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എനിക്ക് എത്ര ജോലി ഉണ്ടെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ അവിടെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് എനിക്കെതിരെ
അനൂപ് ചന്ദ്രൻ ചേട്ടൻ വീഡിയോ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഈ കമ്മിറ്റി വന്ന സമയത്ത്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ. ആ പരാതി എടുത്തിട്ടില്ല അവിടെ. ആ പരാതി ഞാൻ പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയുക, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക്, അതായത് അമ്മയുടെ ബൈലോ അനുസരിച്ചിട്ട് അസോസിയേഷനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കെതിരെ സംസാരിച്ച ചില സ്ത്രീകളും കൂടെ ഉണ്ട്, അവരെയും കൂടെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ബാക്കിയുള്ള ചില ആൾക്കാരെ പുറത്താക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പരാതിയുടെ പുറകെ ഞാൻ പിന്നെ പോയില്ല. അത് അന്വേഷിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല. എന്തുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന്.